ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെറിയ പെരുന്നാളിനുള്ള ഓരോ ഒരുക്കങ്ങളിലുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ഇഷയ്ക്കും ഷെസൂനും ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യൂണിസെക്സ് സലൂണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ സലൂണാണിത്. അർബൻ റിച്വൽസ് എന്നാണ് ഇതിൻ്റെ പേര്. കോഴിക്കോട് PT ഉഷ റോഡിലാണ് ഈ സലൂണുള്ളത്. അപ്പോൾ അവളെ സ്റ്റൈലൊക്കെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ വെയിറ്റിങ്ങിലാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഹെയർ വാഷ് ചെയ്തു. ഒക്കെ കുറച്ച് ആദ്യം ഒരു മടി കാണിച്ചു വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി പിടിച്ചിരുത്തി അങ്ങനെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വാഷിംഗ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ ഹെയർ കട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. അങ്ങനെ ഇപ്പം ഇതാ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്കി മൗസിൻ്റെ നല്ല ഏപ്രണമൊക്കെ ഇട്ടിട്ട് അവളെ ഇരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതാ അവർ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാർട്ടീഷനൊക്കെ എടുത്ത് ഹെയർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇഷ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താ അവർ ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്നല്ലേ നമുക്ക് നോക്കാം. നന്നായിട്ട് ചീകി വൃത്തിയാക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഷെസൂന് ഹെയർ ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്. അവൾ കുറച്ച് കലിപ്പിലാണ്, കുറച്ചധികം ട്രിം ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഇതാ ഈശേൻ്റെ സെറ്റിങ് തന്നെയാണ്. അങ്ങനെ ഹെയറൊക്കെ കട്ട് ചെയ്ത് ഇപ്പം ബ്ലോ ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഈശയ്ക്ക് എങ്ങനെയാണെന്നുള്ളത് പറയാൻ പറ്റില്ല. അതിന് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി ഫൈനൽ ലുക്കിലേക്കുള്ള ഒരു ഒരുക്കത്തിലാണ്. അവർ ഹെയർ ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഓരോന്ന് ചെയ്യുന്നുണ്ട്. ഇഷ ഇങ്ങനെ എന്താ അവർ കാണിക്കുന്നത് നോക്കിയിരിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതൊക്കെ ഏപ്രിലൊക്കെ ഊരി അഴിച്ച് മാറ്റി ഹെയർ ഇങ്ങനെ സെറ്റ് ചെയ്ത് അവളോട് ഓക്കെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായി, അവൾക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണം. അതിൻ്റെ മുന്നേ ഒരു കുറച്ച് ഫോട്ടോഷൂട്ടിലൊക്കെ ആയിരുന്നു. പപ്പയും എല്ലാവരും കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ടിപ്പം ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. ആദ്യം ഫാഷൻ ബസാറിലാണ് പോയത്, മാവൂർ റോഡിലുള്ളത്. അവിടെ പോയി നോക്കുമ്പോൾ ഒടുക്കത്തെ തിരക്കായിരുന്നു. ഒരു സൂചി കുത്താൻ പോലും സ്ഥലമില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ചൊന്നും അവിടെ റൗണ്ട് അടിച്ചു. പക്ഷെ തിരക്കായതുകൊണ്ട് ഒന്നും നോക്കി എടുക്കാനുള്ളൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വേറൊരു ഷോപ്പ് കയറി. ഇപ്പം ഒരു എൻജോയ് എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണുള്ളത്. അവിടെ നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. പക്ഷേ ഈശയ്ക്ക് ഒന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങുക എന്നുള്ളൊരു ഇതിലായിരുന്നു. 1, 2, 3 സ്ഥലത്തൊക്കെ കയറി. അവൾക്കൊന്നും ഓക്കെ ആവുന്നില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് തിരിച്ച് നിരാശയായിട്ട് മടങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് നാട്ടിലൊരു ഷോപ്പിലെത്തിയത്. അപ്പോൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നല്ല ഡ്രസ്സ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അതിൽ കുറച്ച് നല്ല കളക്ഷൻസൊക്കെ കണ്ടു. ഇനി ഇപ്പോൾ ഈശ്വത തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവളിങ്ങനെ ഭയങ്കര സെലക്റ്റീവാണ്, നോക്കുന്നുണ്ട് അവൾക്ക് പറ്റിയ ഡ്രസ്സുകളൊക്കെ. പക്ഷെ ഒന്നും അവൾക്ക് ഇഷ്ടമാവുന്നില്ല. അവളെ ഇഷ്ടപ്പെടാതെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൾ ഇടിയില്ല, പിന്നെ വെറുതെ വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ അവസാനം ഞങ്ങൾ നാട്ടിൽ തന്നെയുള്ള ഒരു ഷോപ്പിലാണ് അവൾക്കുള്ള ഡ്രസ്സ് എടുത്തത്. ഇപ്പോൾ ഈ കൊറിയൻ ടൈപ്പൊക്കെ നോക്കി. ഇതാണ് അവസാനം അവൾ സെലക്ട് ചെയ്ത ഡ്രസ്സ്. കോഡ് സെറ്റാണ്. നല്ലൊരു ഒരു ഗ്രീനും അല്ലാത്തൊരു കളറായിരുന്നു. ഒക്കെ നല്ല ഇഷ്ടമായി. അത് കഴിഞ്ഞിപ്പോൾ ഞങ്ങൾ മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും മെഹന്തി ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈശയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അവൾക്ക് കൈ നിറയെ വേണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ അവൾക്ക് ഒപ്പിച്ച് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇടാൻ ഇഷ്ടമാണെങ്കിലും ഇരുന്ന് തരാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പിടിച്ചിരുത്തിയാണ്, ഫോണൊക്കെ കൊടുത്ത് പിടിച്ചിരുത്തിയിട്ടാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കൈ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായി ഞാനിങ്ങനെ ഓരോന്ന് എനിക്ക് മൈൻഡിൽ വരുന്നതൊക്കെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കൈ ഇടണം. അതിന് ഒന്നെങ്കിലും ഫിനിഷ് ചെയ്യണമല്ലോ. അപ്പം അതിനിടയിൽ കുറച്ച് കോപ്രായങ്ങളൊക്കെ അവൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇതാ ഒരു കൈൻ്റെ പകുതി ആവാറായി. ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഇത് രണ്ടാമത്തെ കൈയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കൈയിലും നിറയെ വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ 2 കൈ കഴിഞ്ഞു. ഇപ്പോൾ കാലിലെത്തി. കാലിൽ പിന്നെ ഞാൻ അധികം ഡെക്കറേഷൻ ചെയ്യാൻ നിന്നിട്ടില്ല. ചെറിയ ഫ്ലവേഴ്സ് വരച്ചു. സൈഡിലും ചെറിയ ഫ്ലവേഴ്സ് വരച്ചിട്ട് ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ കഴിയാനായി. ഈശൻ്റെ കഴിഞ്ഞിട്ട് വേണം എനിക്കിടണം, എൻ്റെ ദീദിക്ക് ഇടണം, എല്ലാവർക്കും മെഹന്തി ഇടണം. പിന്നെ അവളെ കാലിപ്പോൾ ഒരു കാല് കഴിഞ്ഞ് സെക്കൻഡ് കാലിലേക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്ന മെഹന്തീൻ്റെ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇഷയുടെ ഹെയർ സ്റ്റൈലും ഡ്രസ്സും മെഹന്തി ഡിസൈനും ഒക്കെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.